മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഫജ്ർ നിസ്കരിച്ചാൽ അല്ലെങ്കിൽ സുബ്ഹി നിസ്കരിച്ചാൽ അവൻ ആ ഒരു ദിവസം 24 മണിക്കൂർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിമ്മത്തിലായിരിക്കും. അവന്റെ കടിഞ്ഞാൺ അള്ളാഹിന്റെ കയ്യിലാണ്, അവന്റെ സ്റ്റെയറിംഗ് അള്ളാഹിന്റെ കയ്യിലാണ്, അവന്റെ ബ്രേക്കും മറ്റു കാര്യങ്ങളൊക്കെ അള്ളാഹിന്റെ കയ്യിലാണ്, അവന്റെ നിയന്ത്രണത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ആ അള്ളാഹിന്റെ കൈ ഒഴിഞ്ഞാലോ സുന്ദരമായി വാലിലേക്ക് ഉയർന്നു നിൽക്കുന്ന പട്ടണത്തിന്റെ ഞെട്ടറ്റതുപോലെ പിന്നെ എവിടെയെങ്കിലുമൊക്കെ തട്ടിത്തടഞ്ഞ് ആർക്കും വേണ്ടാതെ വിജനമായ ഒരു ഭൂമിയിൽ പ്രവേശിച്ചതുപോലെ അല്ലെങ്കിൽ വീട് നശിച്ചതുപോലെ പിന്നെ പെടുന്നത് ശൈത്വാന്റെ കയ്യിലാണ്. പിന്നെ അവന്റെ ചിന്തയിൽ ശൈത്വാനാണ്. കാരണം തലച്ചോറായിട്ട് ഏറ്റവും അടുത്ത സ്ഥലമാണ്. അതുകൊണ്ടാണല്ലോ ശിക്ഷണത്തിന്റെ ഭാഗമായിട്ട് പണ്ടൊക്കെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകയോ ശിക്ഷിക്കുകയോ ചെയ്യണമെന്ന് ചെയ്യുമ്പോൾ പിടിക്കും. അതെന്തുകൊണ്ടാണ്? അത് തലച്ചോറിൽ ആ ഓർമ്മ ഉണ്ടാവും മരിക്കുന്നത് വരെ. ഇതും അങ്ങനെ തന്നെയാണ്. ഈ ശീലം, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞതുപോലെ ഈ ദുശീലം സമ്പ്രദായം കൈമുതലാക്കി കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് രക്ഷപ്പെടാൻ പാടാണ്. അല്ലാഹു സുബ്ഹാനഹു